നമസ്കാരം. ട്രൂവിഷൻ നാദാപുരം ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. കല്ലാച്ചിയിൽ ദുബായ് ഷോപ്പിംഗിന്റെ വിസ്മയവുമായി ദുബായ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് സിറ്റി സെന്റർ കല്ലാച്ചി. ബിഗ് ഡേ ഹൈപ്പർമാർട്ട് നാദാപുരം റോഡ് കല്ലാച്ചി. നാദാപുരം പഞ്ചായത്തിലെ 17ാം വാർഡായ കുമ്പങ്കോട് വീണ്ടും മാലിന്യം നടുറോട്ടിൽ തള്ളി. പ്രതിഷേധവുമായി നാട്ടുകാർ തെരുവിലിറങ്ങി. നാദാപുരം പഞ്ചായത്തിലെ 17ാം വാർഡിലെ കുമ്പങ്കോടാണ് നടുറോട്ടിൽ വീണ്ടും മാലിന്യം തള്ളിയത്. നാട്ടുകാർ CPIM നേതൃത്വത്തിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യമാണ് ഇവിടെ കൊണ്ടു തള്ളിയത്. മാലിന്യം തെരുവു പട്ടികളും മറ്റു വാരി വലിച്ചിട്ടതോടെ പ്രദേശത്ത് ദുരിതമായി. CPIM സമരത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. മാലിന്യം ഉടൻ നീക്കം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ചർച്ചയിൽ ഉറപ്പ് ലഭിച്ചു. തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. CPIM നേതാക്കളായ KV ഗോപാലൻ, PK പ്രദീപൻ, RK പ്രവീൺ, AK അജിത്, T സതീശൻ എന്നിവർ നേതൃത്വം നൽകി. പുറമേരിയിൽ 60 കോടിയോളം രൂപയുടെ വികസനം. ആരോഗ്യമേഖലയിൽ വലിയ തരത്തിലുള്ള കുതിച്ചുചാട്ടവും. ആരോഗ്യമന്ത്രി KK ശൈലജയിൽ നിന്ന് അവാർഡും ലഭിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ പടിയിറങ്ങുമ്പോൾ ഏറെ അഭിമാനമുണ്ട് അച്യുതന്. നിങ്ങൾ പറയൂ, ജനം അറിയട്ടെ. ട്രൂവിഷൻ ന്യൂസ് പരമ്പരയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അരൂരിൽ പ്രവർത്തിക്കുന്ന PHC കേന്ദ്രം 1 കോടി 2 ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രിയെ വെല്ലുന്ന വിധത്തിൽ സജ്ജീകരിക്കാൻ സാധിച്ചതാണ് ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കുന്നതെന്ന് പുറമേരി പഞ്ചായത്ത് പ്രസിഡന്റ് K അച്യുതൻ വ്യക്തമാക്കി. 3 ഡോക്ടർമാർ ഉൾപ്പെടെ മികച്ച സജ്ജീകരണങ്ങളാണ് PHCയിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച കുടുംബാരോഗ്യ കേന്ദ്രമെന്ന കായകൽപ്പം അവാർഡ് തിരുവനന്തപുരത്ത് വെച്ച് മന്ത്രി ശൈലജയിൽ നിന്ന് ഏറ്റുവാങ്ങിയിരുന്നു. നിർധനരായ കുടുംബങ്ങൾക്ക് വർഷങ്ങളായി സൗജന്യ മരുന്ന് വിതരണം നൽകി വരുന്നു. അതിന്റെ ഭാഗമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്തെ ഏകദേശം 119 കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നുണ്ട് അച്യുതൻ. 60 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് 5 വർഷം കൊണ്ട് വിവിധ മേഖലകളിൽ പുറമേരി പഞ്ചായത്തിൽ നടത്താൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞു. 11 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജലനിധി പദ്ധതിക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. 1.5 കോടി രൂപ പഞ്ചായത്ത് ഇതിനായി ചെലവഴിച്ചിട്ടുണ്ട്. 1772 കുടുംബങ്ങൾക്കാണ് കുടിവെള്ള പദ്ധതി ഉപയോഗപ്രദമായത്. തരിശായി കിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലത്ത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1,14,32,800 രൂപ കൃഷിയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു. 12,560ഓളം ഗുണഭോക്താക്കൾക്ക് കൃഷിയുടെ പല ആനുകൂല്യങ്ങളും നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നും ഏറെ അഭിമാനത്തോടെയാണ് അച്യുതൻ പറഞ്ഞത്. നാദാപുരത്ത് മുസ്ലിം ലീഗ്, കോൺഗ്രസ് പാർട്ടികളിൽ നിന്നും കൂട്ടരാജി. 20 പേർക്ക് CPIM നേതാക്കൾ ചെങ്കൊടി നൽകി. നാദാപുരത്തെ മുസ്ലിം ലീഗ്, കോൺഗ്രസ് പാർട്ടികളിൽ നിന്നുമാണ് കൂട്ടരാജി നടത്തിയത്. രാജിവെച്ച 20 പേർക്ക് CPIM നേതാക്കൾ ചെങ്കൊടി നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഡോക്ടർ പുതിയോട്ടിൽ ഹമീദ്, അഡ്വക്കേറ്റ് C ഫൈസൽ, ഏരത്ത് ജാഫർ എന്നിവരുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് വിട്ട് CPIMൽ ചേർന്ന 20 പേരെ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്ററാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ VP കുഞ്ഞികൃഷ്ണൻ, നാദാപുരം ഏരിയ സെക്രട്ടറി PP ചാത്തു, CH മോഹനൻ എന്നിവർ പങ്കെടുത്തു. പുളിയാവിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ വീട്ടമ്മ മരിച്ചു. ഇതോടെ ചെക്യാട് പഞ്ചായത്തിൽ കോവിഡ് മരണം 3ആയി. പുളിയാവ് സ്വദേശിനിയായ പടിഞ്ഞാറയാട്രെ പാൻകുന്നത്ത് ആയിഷു ആണ് ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ചെക്യാട് പഞ്ചായത്തിൽ കോവിഡ് മരണം 3ആയി. ഖബറടക്കം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം പുളിയാവ് മഞ്ചേരി പള്ളിയിൽ വൈറ്റ് ഗാർഡിന്റെയും മഹല്ല് കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ നടന്നു. അതേസമയം ജില്ലയിൽ ഇന്നലെ 842 പേർക്ക് കൂടി കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തു. വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 2 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവായത്. 20 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 819 പേർക്കാണ് ഇന്നലെ രോഗം ബാധിച്ചത്. വളയം സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വളയം സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും പട്ടയ വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി E ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ചടങ്ങിൽ MP K മുരളീധരൻ മുഖ്യാതിഥിയായി. നാദാപുരം MLA EK വിജയനാണ് പട്ടയ വിതരണം നടത്തിയത്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക nadapuramnews.in. ഹാപ്പി ആകുമ്പോഴാണ് ആഘോഷങ്ങളെല്ലാം സമ്പൂർണ്ണമാകുന്നത്.